ഒരു സംശയമില്ല, ഓൺലൈൻ റിപ്പീറ്റ് ചെയ്യണോ ഓഫ്ലൈൻ റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അത് ഫിനാൻസ് തന്നെയാണ്, അല്ലേ? സത്യമല്ലേ? ബാക്കി എല്ലാ ഫാക്ടേഴ്സും സെക്കൻഡറി ആണ്. പക്ഷേ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാലോ, ഉറപ്പായിട്ട് കൺസിഡർ ചെയ്യണം. കാരണം നമ്മൾ പൈസ ലാഭിച്ചിട്ട് നമ്മൾ വിലപ്പെട്ട ഒരു വർഷം കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എൻട്രൻസ് കിട്ടിയിട്ടില്ലേ, പിന്നെ ആ ലാഭിച്ച പൈസ കൊണ്ട് കാര്യമില്ലല്ലോ, അല്ലേ? ഹായ് മക്കളെ, അതായത് ഇത്തവണ നീറ്റിനോ ജെയിക്കോ വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും എസ്പെഷ്യലി റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നീറ്റിന് വേണ്ടി. അവരുടെയൊക്കെ ഏറ്റവും വലിയ സംശയമാണ് ഓൺലൈനായിട്ട് ചെയ്യണോ ഓഫ്ലൈനായിട്ട് ചെയ്യണോ എന്നുള്ളത്. ആൻഡ് ഒരുപാട് ഫാക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. ആ എല്ലാ ഫാക്ടേഴ്സും അളന്ന് മുറിച്ച്, അതായത് നിങ്ങൾ ഇന്നേ വരെ ചിന്തിക്കാത്ത ആംഗിളിലടക്കം ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. എസ്പെഷ്യലി ഒരു തവണ ഓഫ്ലൈനായിട്ടൊക്കെ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾക്ക് ഇത് കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ അല്ലേ ഇത്? അതായത് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ എത്തുമെന്ന് തീരുമാനിക്കുന്ന ഈ ഡിസിഷൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ അവസാനം വരെ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണാം. ഏറ്റവും ആദ്യം പൈസേനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമുണ്ട്, അല്ലേ? അപ്പം ഉറപ്പായിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാം, ഓഫ്ലൈനിൽ പഠിച്ച കുട്ടികൾക്ക് കൂടുതൽ റിസൾട്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, 2022 നീറ്റിൻ്റെ കേരള ഫസ്റ്റ് റാങ്ക് 2022 എന്ന് പറയുന്നത് കോവിഡ് സമയമാണ്. കോവിഡിന് ശേഷം ഓഫ്ലൈനിൽ തുടങ്ങിയപ്പം കേരള ഫസ്റ്റ് റാങ്ക് ഓൺലൈനായി പഠിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തോന്നും, സാർ അതൊരു എക്സെപ്ഷൻ അല്ലേ? എടാ, അത് എക്സെപ്ഷൻ അല്ല, അത് എക്സെപ്ഷൻ്റെ ഉള്ളിലുള്ള എക്സെപ്ഷനാണ്. ചില എന്താ പറയുക, ഇനോർഗാനിക്കിലെ പോയിൻ്റൊക്കെ പോലെ. എടാ, കേരള ഫസ്റ്റ് റാങ്ക് ആണ്. അതായത് കേരള ഫസ്റ്റ് റാങ്ക് ഒരു എക്സെപ്ഷൻ ആണെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ചും കൂടി അച്ചീവബിൾ അല്ലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു കുട്ടി ഓൺലൈനായിട്ട് പഠിച്ചിട്ട് കേരളത്തിലെ നമ്പർ 1 ആയിട്ടുണ്ടെങ്കിൽ, അവൾ എത്ര ബ്രൈറ്റ് എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും നിങ്ങളെ കൊണ്ട് പഠിച്ചാൽ എന്താണ്, ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുന്ന സീറ്റ് കിട്ടും. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. എല്ലാ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വർഷവും ഈ പറയുന്ന എന്താ പറയുക ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും NIT-കളിലും IIT-കളിലൊക്കെ കയറുന്നതിൽ ഒരു 10 to 20% എന്താണ്, അത് ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്ത ആൾക്കാരാണ്, അധികം പൈസയൊന്നും ചിലവാക്കാതെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും, പക്ഷേ സാർ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ടോപ്പിലൊക്കെ വരുന്നതൊക്കെ ഓഫ്ലൈൻ അല്ലേ? അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്താ വെച്ചാൽ, പലപ്പം ഇപ്പോൾ എജ്യൂപോർട്ട് ആയിക്കോട്ടെ, വേറെ ഏത് സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, നല്ല മാർക്ക് +2 നല്ല മാർക്ക് കിട്ടുള്ള കുട്ടികൾക്ക് നീറ്റിൻ്റെ അറ്റംപ്റ്റിൽ നല്ല ജെയ്ക്ക് നല്ല പെർസെൻറ്റേജിലൊക്കെ അത്യാവശ്യം നല്ല സ്കോളർഷിപ്പൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ സ്കോളർഷിപ്പൊക്കെ കിട്ടുന്ന കുട്ടികൾ ചിലപ്പോൾ എന്തായിരിക്കും, ആ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻറ്റ് മാറ്റി വെച്ചിട്ട് അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നല്ല സ്കോളർഷിപ്പ് പഠിക്കാൻ പറ്റും. അവരായിരിക്കും ചിലപ്പോൾ ഈ ടോപ്പിൽ വരാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ പുറത്തുള്ള കുട്ടികൾ എന്താണ്, വീട്ടിലിരുന്ന് പഠിച്ചിട്ട് കയറുന്നുണ്ട്. ഇത്തവണ എന്താണ്, എജ്യൂപോർട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് 5 to 10 ആൾക്കാർ കഴിഞ്ഞ നീറ്റിൻ്റെ കേസിൽ 650+ സ്കോർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് പഠിച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. ഇനി ആകെയുള്ളത് നിങ്ങൾക്ക് അതിനുള്ള ക്യാരക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറ്റുമോ എന്നുള്ളതാണ്. ഇനി നമുക്ക് നേരത്തെ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ വരാൻ, പൈസേൻ്റെ കേസിൽ. എടാ, പൈസയുടെ കേസിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ഹോസ്റ്റൽ ഫീസ് അടക്കം ഏറ്റവും മിനിമം 1,50,000-ൻ്റെയും 2,00,000-ൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഫീസ് വരും, അല്ലേ? ശരിയല്ലേ? അതേസ്ഥാനം നിങ്ങൾ അത് ഓൺലൈനായിട്ട് പഠിക്കുന്നെങ്കിൽ അതിൻ്റെ 1/10 വരും, ഒരു 15,000 to 30,000. അതാണ് എന്ത്, ഓൺലൈൻ നീറ്റിനോ ജെയ്ക്കോ റിപ്പീറ്റ് ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പൈസ എന്ന് പറയുന്നത് ഹ്യൂജാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതായത് കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 30 to 40% പാരൻസിനും ഇത് ഓൾമോസ്റ്റ് എന്താണ്, അത് പറ്റേ ചെയ്യില്ല. ബാക്കിയുള്ളതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യേണ്ടി വരും, തൽക്കാലം അവിടെ നിന്നൊക്കെ PF പൈസയൊക്കെ എടുത്തിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പാർട്ട് എന്തുണ്ട് അവിടെ വരുന്നുണ്ട്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, അത് നിങ്ങളെ പാരൻസിന് പറ്റുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി അത് പറ്റുമെങ്കിൽ കൂടി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാവുള്ളൂ, നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. ഞാൻ പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ, അതിൽ പൈസയുടെ കേസ് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അത് ഉറപ്പായിട്ടും എന്താണ്, ഓൺലൈനാണ് മച്ച് ബെറ്റർ. പൈസയുടെ കേസിൽ ഓൺലൈനാണ് എന്ത്, ഓഫ്ലൈനേക്കാൾ എത്രയോ ബെറ്റർ, അല്ലേ? ശരിയാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ നീറ്റ് ആയിക്കോട്ടെ JEE ആയിക്കോട്ടെ, പരമാവധി 2000. അതായത് കേരളത്തിൽ നിന്നും NIT-കളിലും IIT-കളിലും എത്താൻ പോകുന്നത് ഏകദേശം 2000 ആൾക്കാരാണ്. അതേപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട ഒക്കെ അടക്കം കേരളത്തിൽ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാൻ പോകുന്നത് 2000 ആൾക്കാരാണ്. അപ്പം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഈ ഒരു മത്സരം എന്ന് പറയുന്ന ആ ടോപ്പ് 2000-ലേക്ക് എത്താനാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവരെയൊക്കെ കൂട്ടിയിട്ട് ഇപ്പം മെഡിക്കലിനാണെങ്കിൽ എൻ്റെ ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് ഒരു 30,000 ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, മെഡിക്കലിന് സീരിയസ്ലി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. JEE അതിനേക്കാൾ കുറച്ചും കൂടെ കുറവായിരിക്കും. ആൻഡ് വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഈ മെഡിക്കലിൽ 30,000-ൻ്റെ ടോപ്പ് 2000-ൽ എത്തണം നിങ്ങൾ ലക്ഷ്യം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. ആ 30,000-ലും കുറേ ആൾക്കാർ അത്ര വലിയ സീരിയസ് ഒന്നും ആയിരിക്കില്ല.
ശരിക്കും സീരിയസ്ലി പഠിക്കാൻ പോകുന്ന ഒരു 10,000 ആൾക്കാരാണ് ഉണ്ടാവുക. ആ 10,000-ലെ ടോപ്പ് 2,000 അല്ലെങ്കിൽ ടോപ്പ് എത്ര 20% അല്ലേ, 20% എത്തലാണ് നിങ്ങളുടെ ടാസ്ക്. അപ്പോൾ അവിടെ ഓരോ നിമിഷവും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണോ എന്നുള്ളതാണ്. ഓഫ്ലൈൻ്റെ കേസിൽ എഡ്യൂപോർട്ടിൻ്റെ ഒരു അനുഭവം കൂടെ വെച്ച് പറയാണ്, ഓഫ്ലൈനിൽ എന്താണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും മിനിമാണ്. അത് ചിലപ്പോൾ ഞാൻ കുട്ടികളോടൊക്കെ ഇങ്ങനെ പറയാനുണ്ട്, പണ്ടേതോ സിനിമയിൽ പ്രേം നസീർ മരിച്ച പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്ത് ചെയ്യില്ല, നിങ്ങൾ അറിയാൻ ചാൻസ് ഇല്ല. അതേ സ്ഥാനത്ത് ഓൺലൈൻ്റെ കേസിൽ അങ്ങനെയല്ല. ആ ഡിസ്ട്രാക്ഷൻ വെറും ഫോണും ഇൻസ്റ്റഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സും മറ്റ് വീഡിയോസും മാത്രമല്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ എത്ര ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞ 2 ആഴ്ച കേരളത്തിൽ എന്താ മുഖ്യമന്ത്രി ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള കോമഡികളായിരുന്നു. നിങ്ങൾ പൊളിറ്റിക്കലി അലൈൻഡ് ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എന്താണ് അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എന്താ, പിന്നെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പുറത്തെ വീട്ടിലൊരു കല്യാണം, അല്ലെ വേറൊരു ചേച്ചി ആരോടും കൂടെ ഒളിച്ചോടി. ഇനി അതൊന്നുമല്ല, പാരൻസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അല്ലെങ്കിൽ നിങ്ങൾ അനിയനായിട്ടൊരു കച്ചറുണ്ടാക്കി. ഇതൊക്കെ എന്താണ് നിങ്ങളെ പഠിക്കാനുള്ള സമയത്തെ ബാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻ്റെ കേസിൽ ഓൺലൈൻ ഈസ് മച്ച് സേഫ് അല്ലെ, ബെറ്റർ ആണ്. ആൻഡ് അപ്പം ഓഫ്ലൈൻ ഈസ് ബെറ്റർ. അപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്ന ആൾക്കാർ, ഞാൻ പറയട്ടെ, നമ്മളെ കൂടെയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഓൺലൈനിൽ പഠിച്ചിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ എത്തിയ കുട്ടികളോട് നമ്മൾ സംസാരിക്കും. അവർ എല്ലാവരും പറഞ്ഞ ഒരു പാറ്റേൺ ഉണ്ട്. അവർ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിരിക്കുക ചെയ്യുക. ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ അമ്മ മുട്ടും, അപ്പോൾ ഭക്ഷണം കഴിക്കും, വാഷ്റൂം പോകും, വീണ്ടും തിരിച്ച് റൂമിൻ്റെ ഉള്ളിൽ. വേറെ ഒരു സമ്പർക്കവും ഇല്ല. അതായത് ഒരു വർഷം ഓൾമോസ്റ്റ് അലൈനേറ്റഡ് ആയിട്ടാണ് അവർ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വലിയ ലക്ഷ്യത്തിന് വേണ്ടി ഇത്രയും പൈസ നിങ്ങളെ പാരൻസിനെ സേവ് ചെയ്യുന്ന ജീവിതത്തിൽ എന്താ പറയുക, നിങ്ങൾ ഒരുപാട്, അതായത് നീറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ ജെഇ കിട്ടിയാൽ ഇങ്ങനെ പോകുന്ന, കിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന, ഇത് ജെഇ കിട്ടിയാൽ ഈ ഒരു ലൈഫിലേക്ക് ഓരോ പോയിന്റിലും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് ഒരുപാട് മാറും. അപ്പം അങ്ങനെയുള്ളൊരു സാധനത്തിന് വേണ്ടി ഒരു വർഷമൊക്കെ അങ്ങനെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി അങ്ങനെ അല്ലാത്ത ചില ആൾക്കാരുണ്ട് കേട്ടോ, വൈകുന്നേരം ഒരു ന്യൂസൊക്കെ കേട്ട് എന്നാലൊന്നും പ്രശ്നമില്ല, ഒരു എന്താ പറയുക IPL സ്കോറൊക്കെ നോക്കിയിട്ടൊക്കെ കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യണ്ടു, നിങ്ങൾ ഓൺലൈനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ടു. ഡിസ്ട്രാക്ഷൻ്റെ കേസ് അത് അടച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. ഫുഡ് ഉമ്മേനോടൊക്കെ ആ സമയത്ത് മാത്രം ഒന്ന് സംസാരിക്കുക. വാപ്പൊക്കെ ആളാകെ മാറിപ്പോയില്ല, നിങ്ങൾ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും. ആ ലെവലിൽ ഒരു പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഓൺലൈൻ ഒരു പ്രശ്നമില്ല. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഓഫ്ലൈനുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പല സാഹചര്യത്തിൽ പല സാമ്പത്തിക നിലവാരത്തിലുള്ള ആൾക്കാരാണ്. പല പാരൻസ്, പല കൾച്ചറിലുള്ള ആൾക്കാരൊക്കെ കൂടെ ഒരു ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. ആ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കുട്ടി എന്താണ്, നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തം വീട്ടിൽ കിടക്കയിൽ കിടന്നും ഇരുന്നും തലകുത്തി എന്നൊക്കെ പഠിക്കുന്ന നിങ്ങൾക്ക് സ്റ്റഡി ഹാൾ എന്താണ് ഒരു ക്യൂബിക്കിളിൻ്റെ മുന്നിൽ നിങ്ങൾ പഠിക്കേണ്ടി വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒച്ചത്തിൽ വായിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഹോസ്റ്റലിലെ സ്റ്റഡി ഹാൾ ഒച്ചത്തിൽ വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതിൻ്റെ അർത്ഥം ഒച്ചത്തിൽ വായിച്ച് പഠിക്കുന്ന ആൾക്കാരൊന്നും പിന്നെ ഓഫ്ലൈൻ വരരുതെന്നല്ല. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം. കിടന്ന് പഠിക്കുന്ന നിങ്ങൾക്ക് ഒരു ക്യൂബിക്കിളിൻ്റെ മുന്നിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതേപോലെ ഒച്ചത്തിൽ വായിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് എന്താ, സ്റ്റഡി ഹാളിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒച്ചയില്ലാതെ പഠിക്കുക. അതൊന്നും ഒരു വലിയ കേസേ അല്ല, 2 ദിവസത്തെ കഷ്ടപ്പാടേ ഉള്ളൂ. നമുക്ക് എപ്പോഴും ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ കുറേ കുട്ടി സാറേ എനിക്ക് ഒച്ചത്തിൽ വായിച്ച് പഠിക്കണം, എടാ ഈ ഒന്ന് 2 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം ഒരു ഓക്കെ ആയിരിക്കും. അപ്പോൾ ചില കുട്ടികൾക്ക് എന്നാലും പറ്റൂല. അതായത് എന്താ പറയുക, നമ്മളെ ഹാബിറ്റ്സ് ഒന്നും മാറ്റാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനിലേക്ക് വരരുത്. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്. കാരണം ഡബിൾ ഡെക്കർ ബെഡ് അതൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ റൂമിൽ ശാന്തത ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓൺലൈനാണ്, ഓഫ്ലൈൻ അല്ല. അപ്പം ഓൺലൈനിൽ കുറേ ഓൺലൈനിൽ എന്താണ് കുറേ കാര്യങ്ങൾ നല്ലതാണ്. ഇപ്പം 3-ാമത്തെ ഓപ്ഷൻ റെഫറൻസ് ഓപ്ഷൻ. ഇപ്പം നമ്മളെടുത്ത് ഓഫ്ലൈനിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളടുത്ത് AI ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താ ഗൂഗിളിൽ നോക്കുക, അതിൻ്റെ യൂട്യൂബ് വീഡിയോ കാണാം, ആ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ വേണം യൂട്യൂബ് വീഡിയോ കാണാം, കുറേ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും എന്താണ് ഓഫ്ലൈനിൽ ഉണ്ടാവില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഏതെങ്കിലും ഓഫ്ലൈൻ സെൻറ്ററിൽ ഇടാ, നിനക്ക് ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നിനക്ക് വേണം യൂട്യൂബിൽ വെച്ച് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പോകാത്തല്ല കേട്ടോ. കാരണം മെയിൻ സാധനങ്ങളൊക്കെ എന്താണ് ഡിസ്ട്രാക്ഷൻ യൂട്യൂബിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാൻ പറ്റും, ബാക്കിയൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന, ഇപ്പോൾ എസ്പെഷ്യലി കുറേ കുട്ടികൾക്ക് എന്താണ് അങ്ങനെ ഒരു പഠനം
എനിക്ക് ചാറ്റ് ജി പി ടി വേണം, ജെമിനയും വേണം, യൂട്യൂബും വേണം എന്നുള്ള കുട്ടികൾക്കാണെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുന്നതാണ് നല്ലത്. ഓൺലൈൻ ആ ഒരു റെഫറൻസ് ഇനി നിങ്ങൾക്ക് മോർ ഓപ്ഷൻ ഓൺലൈനാണ്. ഓഫ്ലൈനിൽ അത് കമ്പാരിറ്റീവ്ലി കുറവ് തന്നെയാണ്. നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് ടീച്ചേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു AI ചാറ്റ് ബോട്ടാണ്. മറ്റൊന്നും ഉണ്ടാവില്ല, യൂട്യൂബൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു ആവശ്യം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലും ബെറ്റർ എന്താണ്? ഓൺലൈൻ തന്നെയാണ്. ബെറ്റർ ഓൺലൈൻ തന്നെയാണ്. അതേ സ്ഥാനത്ത് ഓഫ്ലൈൻ്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ സിസ്റ്റമാറ്റിസിറ്റിയാണ്. അതായത് സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ഒന്ന് ആ ഒരു എൻവയൺമെൻറ്റ്, അതായത് ഓഫ്ലൈനിൽ വന്ന എല്ലാവരും എന്തായിരിക്കും? എല്ലാവരും ഈ ഒരൊറ്റ ലക്ഷ്യത്തോടെ വന്ന ആൾക്കാരായിരിക്കും. അവരെല്ലാവരും പഠിക്കായിരിക്കും. അത് കാണുമ്പോൾ എന്തായിരിക്കും? നമുക്കും പഠിക്കാൻ തോന്നും. അതേസമയം നിങ്ങൾ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പാരൻസിനും സിബ്ലിങ്സിനൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് അതിനെക്കുറിച്ച് അറിയില്ലേക്കും. ചേച്ചി വന്ന് ഓരോ ന്യൂസ് അമ്മേനോട് പറയുമ്പോൾ നീ അതൊന്നും പറയരുത്, മോൾ അവിടെ പഠിക്കാമെന്ന് പറയാൻ പറ്റൂലെങ്കിൽ എന്താ? നമ്മൾ കുറേ സമയം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ എന്താണ്? ഹോസ്റ്റലിലാണ് രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം, ക്ലാസ് റൂമിൽ പോകണം, തിരിച്ച് സ്റ്റഡി ഹാൾ വേണം എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് എന്താണ്? പഠിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ വീട്ടിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടിയില്ലേ നമ്മളൊന്ന് ഡെസ്പാവും. അപ്പോൾ നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് യൂട്യൂബ് കണ്ടാലോ, അല്ലെങ്കിൽ ന്യൂസ് കേട്ടാലോ, അല്ലെങ്കിൽ TV കണ്ടാലോ, ചിലപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പോകും. ആ സിസ്റ്റമാറ്റിസിറ്റി ഓൺലൈനിൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആൻഡ് അത് പോസിബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക്കായി പഠിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഒരൊറ്റ കേസ്, വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരുന്ന് 100% നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിസിറ്റിയുടെ കേസിൽ ഓഫ്ലൈനാണ് വിൻ ചെയ്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാടാ? ഓൺലൈനാണല്ലോ ടോപ്പ്, ഓൺലൈനാണ് ടോപ്പ്. സത്യം, ഇവിടെ 2 ടിക്കേ ഉള്ളൂ, ഇവിടെ 3 ടിക്കുണ്ട്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നോക്കുക. കാരണം ഡിസ്ട്രാക്ഷനും സിസ്റ്റമാറ്റിക്കുമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വരുന്നത്. പ്ലസ് ഫിനാൻസും ആലോചിച്ചെടുക്കുക നിങ്ങൾക്ക് ഏതാണെന്നുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയട്ടെ. ഇനി ഇവിടെ വേറൊരു കേസും കൂടി ഉണ്ട്. എന്താ? ഡേ സ്കോളറിൻ്റെ കേസിൽ ഇപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ ഡിസ്ട്രാക്ഷനിൽ ഡേ സ്കോളർ തെറ്റാണ്, ഫ്ലെക്സിബിലിറ്റിയിൽ ഡേ സ്കോളർ കറക്റ്റാണ്, റഫറൻസ് ഓപ്ഷന് ഡേ സ്കോളർ കറക്റ്റാണ്, സിസ്റ്റമാറ്റിക്കിൽ ഡേ സ്കോളർ തെറ്റാണ്, മണിയുടെ കേസിലും ഡേ സ്കോളർ തെറ്റാണ്. കാരണം എന്താ? 1 ലക്ഷം റുപ്യ എന്തായാലും, അല്ലെങ്കിൽ ആ ട്യൂഷൻ ഫീ എന്തായാലും നമ്മൾ കൊടുക്കണം. 3ാമത്തെ ഓപ്ഷൻ ഞാൻ തീരെ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. 3ാമത്തെ, കാരണം ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും നല്ല റെക്കോർഡ് ക്ലാസ്സാണെന്ന് എനിക്ക് തോന്നലുണ്ട് അല്ലേ? ഓക്കെ, അപ്പം ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. പക്ഷേ ഒരു കാര്യം കൂടെ ഇല്ല ഞാൻ പറയണേ. അതിന് മുന്നേ എഡ്യൂപോർട്ടിൻ്റെ ഓൺലൈൻ ബാച്ച് എന്തുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈനിൽ എന്തൊക്കെ സ്കോളർഷിപ്പ് ഉണ്ടോ, +1 മാർക്ക് ബേസ് ചെയ്തിട്ട്, JEE സ്കോർ ബേസ് ചെയ്തിട്ട്, CBSE ആൾക്കാരനെ +2 മാർക്ക് ബേസ് ചെയ്തിട്ടൊക്കെ സ്കോളർഷിപ്പ് ഓണാണ്. നിങ്ങൾ +2 മാർക്ക് വന്നാലും സ്കോളർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടേണ്ടതെന്ന് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഡ്യൂപോർട്ടിൻ്റെ ഓൺലൈൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന എന്ത് ചെയ്യാം? ലിങ്ക് നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാം. അവരെന്ത് ചെയ്യും? നിങ്ങൾ വിളിച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. നെക്സ്റ്റ്, അപ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കാര്യം ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്കില്ലെങ്കിൽ, അതായത് ചില ആൾക്കാർ നിങ്ങൾക്ക് അറിയില്ല ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നിങ്ങളുടെ ഓപ്ഷൻ ഓൺലൈനാണ്. അതേസമയത്ത് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഓക്കെ, ഞാൻ അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാണെങ്കിൽ വീട്ടിൽ പാരൻസിന് ഈ പറയുന്ന 1.5 to 2 lakh സ്പെൻഡ് ചെയ്താൽ അത് നഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. ഇത് 2 ലക്ഷം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് NIT പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മാസം ഏകദേശം 1 ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി ഉണ്ടാവും. അപ്പം 2 ലക്ഷം ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 4 വർഷം റിട്ടേൺ ഒന്നുമില്ല, 4 വർഷം കഴിഞ്ഞിട്ട് മാസത്തിൽ 1 ലക്ഷം വെച്ച് ഏറ്റവും മിനിമം കിട്ടുന്നുണ്ടെങ്കിൽ അതിലും വലിയ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് ലോകത്ത് ഒരു ബിസിനസ്സിനും കിട്ടില്ല. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓക്കെയാണ്. അപ്പം പൈസ ഇല്ല എന്നാണ് വീണ്ടും എന്ത് ചെയ്യുക? ഈ നേരത്തെ ക്രൈറ്റീരിയകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനിലേക്ക് വരിക. സോ എഡ്യൂപോർട്ടിൻ്റെ ഓഫ്ലൈനും ഓൺലൈൻ ബാച്ച് എന്താണ്? കറൻ്റ്ലി നെക്സ്റ്റ് ബാച്ച് June 1 പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡീറ്റെയിൽസിനായിട്ട് ഫോം ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, ബൈ.